നോമ്പുകാരായിരിക്കെയാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്താണ്? എങ്ങനെയാണ് റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത്? റിയാള പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ്? ഇതൊക്കെ മുമ്പ് ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചതാണ്. കഴിഞ്ഞ റമളാനിൻ്റെ സമയത്ത് നമ്മൾ നോമ്പുകാരായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാള നിങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാത്രം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. അവർക്ക് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും മാത്രം അവർക്ക് പരിഹാരമാണ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള ഏതൊരു സാധാരണക്കാരനും എങ്ങനെ എത്രയും പെട്ടെന്ന് ലളിതമായിട്ട് പൂർത്തിയാക്കി വീട്ടുകയും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള ഇങ്ങനെ പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ഇസ്മിൻ്റെ ഹാദിമീങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഹാദിമീങ്ങൾക്ക് മുവക്കൽ, മലക്ക്, റൂഹാനി എന്നൊക്കെ പറയും. അവർ ആരാണോ റിയാള പൂർത്തിയാക്കി വീട്ടിയത് അവരൊരു ഇസ്മ ഉച്ചരിക്കുമ്പോഴേക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി വരും. യാ സലാമു യാ അള്ളാ എന്ന് പറയുന്ന ഒരു ഇസ്മിൻ്റെ റിയാളൊക്കെ പൂർത്തിയാക്കി വീട്ടിയാളാണെങ്കിൽ ഏതെങ്കിലും ഒരു ആപൽ ഘട്ടത്തിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ട് യാ സലാമു യാ അള്ളാ എന്ന് ഒരൊറ്റ തവണ വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിൻ്റെ ഹാദിം വന്ന് അവൻ്റെ ആവശ്യത്തിനും അവൻ ആവശ്യപ്പെടുന്ന കാര്യത്തിനും അവൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവൻ ആവശ്യപ്പെടുമ്പോഴും ആ വിഷയം പരിഹരിച്ചു കൊടുക്കാൻ വരുമെന്നുള്ളതാണ്. ഇതൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ രഹസ്യങ്ങളും ഉള്ളറകളും അറിയുന്നവർക്ക് മാത്രമേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇൻഷാല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇൻഷാല്ല കൃത്യമായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ അതിൻ്റെ അദദുകൾ കിട്ടണം. അത് ഡിസ്പ്ലേയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത്, പൂർത്തിയാക്കി വീട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണാൻ. നമ്മൾ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അദദ് ആദ്യമായിട്ട് നമുക്ക് കിട്ടണം. റിയാള പൂർത്തിയാക്കി വീട്ടാൻ അസ്മാഉൽ ഹുസ്നയുടെ അദദ് എത്രയാണെന്ന് മനസ്സിലാക്കണം. ഓരോ ഇസ്മിൻ്റെയും അദദ് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടുക. അപ്പോൾ റിയാള പൂർത്തിയാക്കി വീട്ടാൻ അദദുകൾ വേണം. അപ്പോൾ റിയാള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അസ്മാഉൽ ഹുസ്ന ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആലിമീങ്ങളോടുള്ള സംസാരത്തിൻ്റെ, പണ്ഡിതന്മാരോടുള്ള സംസാരത്തിൻ്റെ ഒരു ശൈലിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമൊന്നും ഇങ്ങനെയല്ല. അതിന് ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട് പറയാൻ. ഇസ്തിലാഹിയായ പദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവരോട് പറയുമ്പോൾ പറയുക. ഇത് നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് സാധാരണക്കാരായ ആളുകളായതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ റിയാള എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാത്തവരോടാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ലഭിക്കാൻ ആ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട കടപ്പാട് പൂർത്തിയാക്കി വിട്ടുക എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ലളിതമായി പറഞ്ഞതാണ് അങ്ങനെ ഒരു നിർവചനം. അപ്പോൾ നമ്മൾ യാ സലാമു യാ അള്ളാ എന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഇസ്മ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കണമെങ്കിൽ ഉപകാരം എപ്പോഴും ലഭിക്കും. പക്ഷെ രണ്ടാളുകളെ നമ്മൾ നിർത്തുക. ഒരാൾ യാ സലാമു യാ അള്ളാന്ന് റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ഒരു 100 തവണ ചൊല്ലുന്നു. റിയാള പൂർത്തിയാക്കി വീട്ടി ഈ അസ്മാഉൽ ഹുസ്നയുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ അയാളും യാ സലാമു യാ അള്ളാ എന്ന് പറയുന്നു. പക്ഷെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആൾ, ബന്ധപ്പെട്ട് കിടക്കുന്നയാൾ, അയാൾ പറയുമ്പോഴേക്ക് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഖാദിമ് വന്ന് അയാളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നു. നേരെ മറിച്ച് മറ്റാളുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടും, പക്ഷേ അത് ഇത്ര സ്പീഡാകില്ല എന്നുള്ളതാണ്. ഞാനതിൻ്റെ ഉദാഹരണം പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ ട്രെയിനിന് കോഴിക്കോടേക്ക് പോകുന്നു, മറ്റൊരാൾ ബസ്സിന് കോഴിക്കോടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് കോഴിക്കോടേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാളും ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ആദ്യം എത്തൽ ട്രെയിനിന് പോയ ആളുകളായിരിക്കും ഒരുമിച്ച് പുറപ്പെട്ടതാണെങ്കിൽ. കാരണം എന്തേ? അത് അത്രയും ഫാസ്റ്റിലാണ്. റിയാള പൂർത്തിയാക്കി വീട്ടിയവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവർക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ റിയാള പൂർത്തിയാക്കി വീട്ടാൻ ഏറ്റവും നല്ലത് നോമ്പുകാരായിട്ട് പൂർത്തിയാക്കി വീട്ടലാണ്. നമുക്കൊക്കെ നമ്മുടെ പൂർവികരിൽ നിന്ന് റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്നൊക്കെ ഇജാസത്ത് ലഭിച്ചിട്ടുള്ളത് നോമ്പുകാരായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ റിയാള എന്ന് പറയുന്നത് ഒരു ലളിതമായ കാര്യമായിട്ട് ആരും മനസ്സിലാക്കരുത്. റിയാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഠിനമായൊരു സപര്യയാണ്.
എന്ന് വെച്ചാൽ മനുഷ്യവാസമില്ലാത്ത, മനുഷ്യരുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലോ വിജനപ്രദേശങ്ങളിലോ മലമുകളിലോ കാടുകളിലോ ഒക്കെ വർഷങ്ങളോളം മാസങ്ങളോളം പോയി നമ്മുടെ പൂർവികർ അള്ളാ എന്ന ചിന്തയിൽ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് മാത്രം വർഷങ്ങളോളം മാസങ്ങളോളം മനുഷ്യരുമായൊന്നും ബന്ധമില്ലാതെ ഇങ്ങനെ അള്ളാ എന്ന ചിന്തയിൽ മാത്രം ഇരുന്ന് അവർ കഠിനമായ സബരിയിലൂടെ നേടിയെടുത്തതാണ് അസ്മാഉൽ ഹുസ്നയുടെ വലിയ വലിയ റിയാലകൾ. അത്തരം റിയാലകളൊന്നും സാധുക്കളായ നമ്മെപ്പോലെയുള്ള ആഖിറുസമാനിലെ അവസാന കാലഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏതു സാധാരണക്കാർക്കും വളരെ ലളിതമായി പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ചില റിയാലകളാണ് നമ്മൾ പറയുന്നത്. അത് അവരുടെ ഈമാനും തഖ്വയും അവരുടെ ഭയഭക്തിയൊക്കെ അത്രയും കൂടുതലുണ്ടായതുകൊണ്ട്, അവരുടെ മനഃശക്തി, അവരുടെ ഭയഭക്തി അത്രയും കൂടുതലായതുകൊണ്ട് അവർക്കതിനൊക്കെ കഴിഞ്ഞു. നമുക്കൊന്നും അങ്ങനെയുള്ള കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാലയുടെ രൂപമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിനെ അസ്മാഉൽ ഹുസ്നയുടെ ഉരുക്കഴിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ നേട്ടങ്ങൾ എന്താണെന്ന് പറഞ്ഞു. എന്താ നേട്ടം? വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഫലം ലഭിക്കും. ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, മുഅക്കൽ, റൂഹാനി എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഖാദിമ് ഏതാവശ്യത്തിന് വേണ്ടിയാണോ നമ്മളൊരു ഇസ്മ ഉച്ചരിച്ചിട്ടുള്ളത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടുള്ളത്, ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. അപ്പോൾ പൂർത്തിയാക്കി വീട്ടാത്ത ആൾക്ക് ഫലം ലഭിക്കില്ലേ എന്ന ചോദ്യത്തിൻ്റെ മറുപടി, അതേ, അവർക്കും ഫലം ലഭിക്കും. ഞാൻ നേരത്തെ കോഴിക്കോട്ടേക്ക് ട്രെയിനിന് പോകുന്നയാളെ സംബന്ധിച്ചും ഓട്ടോക്ക് പോകുന്ന ആളെക്കുറിച്ചും പറഞ്ഞതുപോലെയാണ് അതിൻ്റെ വ്യത്യാസം കിടക്കുന്നത്. രണ്ടാളും ലക്ഷ്യത്തിലെത്തും. പക്ഷേ ചില ആളുകൾക്ക് അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും, എഫക്റ്റ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ള മനസ്സിലായി. ഇനി അസ്മാഉൽ ഹുസ്നയുടെ റിയാല ഏറ്റവും ലളിതമായ രൂപത്തിൽ എങ്ങനെ പൂർത്തീകരിച്ച് വീട്ടാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെ പൂർത്തീകരിച്ച് വീട്ടാം എന്നുള്ളത്, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിൻ്റെയും അതത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ എഴുതി കാണിക്കും. നിങ്ങളതിൻ്റെ അതത് എഴുതിയെടുത്തിട്ട് അത് ചൊല്ലുക. എങ്ങനെ ചൊല്ലേണ്ട രൂപം? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്നയുടെ അതതുകളെ എണ്ണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓരോ ഇസ്മിൻ്റെ, ഇപ്പോൾ അള്ളാ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് കണ്ടെത്തണം, അർ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് കണ്ടെത്തണം, അർ റഹീം എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് കണ്ടെത്തണം. അപ്പം അങ്ങനെ ഓരോ ഇസ്മിൻ്റെയും അതത് കണ്ടെത്തിയിട്ട് ആ അതത് അനുസരിച്ച് ആ ഇസ്മ ചൊല്ലണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാ, ഇപ്പോൾ അള്ളാ എന്ന് പറയുന്ന ഇസ്മ, ഈ അള്ളാ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് എന്ന് പറയുന്നത് 66. അപ്പോൾ 66 തവണ അള്ളാഹ് അള്ളാഹ് എന്നുള്ളത് ചൊല്ലുക. ഇനി അർ റഹ്മാൻ എന്നുള്ള ഇസ്മ എടുക്കുക. അർ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെത് 298. അപ്പോൾ 298 ആകുമ്പോൾ 298 തവണ അർ റഹ്മാൻ എന്ന് ചൊല്ലുക. ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയിലെ 99 ഇസ്മുകളും എടുത്ത് അതിൻ്റെ അതത് അനുസരിച്ച് ചൊല്ലി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അസ്മാഉൽ ഹുസ്നയുടെ ഏറ്റവും ലളിതമായ റിയാല എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ അങ്ങനെ എടുക്കുക, 298 അർ റഹ്മാൻ എന്നുള്ളതിൻ്റെ ഓരോന്നിൻ്റെ അടുത്ത. ഇതിപ്പോൾ എങ്ങനെ ചൊല്ലേണ്ടത്? യാ എന്ന അക്ഷരം ചേർത്തിയിട്ടാണ് ഓരോ ഇസ്മുകളും ചൊല്ലേണ്ടത്. അപ്പോൾ അള്ളാഹ് എന്നുള്ളിടത്ത് യാ അള്ളാഹു, യാ അള്ളാഹു, യാ അള്ളാഹു, യാ അള്ളാഹു. ഇനി യാ റഹ്മാനു, യാ റഹ്മാനു, യാ റഹ്മാനു, യാ റഹ്മാനു, യാ റഹീമു, യാ റഹീമു, യാ റഹീമു. ഇതിൻ്റെ അതനുസരിച്ച് കൃത്യമായിട്ട് അത് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ലളിതമായ റിയാലയുടെ രൂപമാണ്, ഏറ്റവും ലളിതമായ റിയാല. പക്ഷേ ഇത് ഇജാസത്തോട് കൂടെ ഒക്കെ ചെയ്താൽ കൂടുതൽ ഫലം ഇതിന് ലഭിക്കും. നമ്മൾ ഇനിയും വലിയ റിയാലകളൊക്കെ വരുന്നുണ്ട്. ആ വലിയ റിയാലകളൊക്കെ ചെറിയ റിയാലുകൾ പൂർത്തീകരിച്ച് വീട്ടിയിട്ട് സാധ്യമാകുന്നവരൊക്കെ അത് പൂർത്തീകരിച്ച് വീട്ടുക. ചില ഇസ്മുകൾക്ക് ചില പ്രത്യേകമായ റിയാലുകളുണ്ട്. യാ ലത്തീഫിൻ്റെ റിയാല, സ്പെഷ്യൽ റിയാലകളുണ്ട്. അങ്ങനെ ഓരോ ഇസ്മുകളുടെയും റിയാലകൾ പൂർത്തിയാക്കി വീട്ടുക. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നമുക്ക് ഫസ്റ്റ് ഇതിൽ മനസ്സിലാകേണ്ടത് ഇതിൻ്റെ ഒരു അതതാണ് നമുക്ക് കിട്ടേണ്ടത്. ആ അതത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ആ അതനുസരിച്ചാണ് ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലി തീർക്കേണ്ടത്. ഇപ്പോൾ നോക്കൂ, ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് എന്ന് പറയുന്നത് 66. ഇതിനി ആർക്കെങ്കിലും വായിക്കാൻ ക്ലിയറായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കളോട് പറഞ്ഞിട്ട് ഇത് ക്ലാരിറ്റി ഉള്ള രൂപത്തിൽ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ
ക്വാളിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് കണ്ടാൽ ഈ എഴുതിയതൊക്കെ വായിക്കാൻ സാധിക്കും. ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന അതേ ക്ലാരിറ്റിയിൽ വായിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ഇമേജ് ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന ഈ അതതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാവും. ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇൻഷാ അല്ലാഹ് നമ്മളിത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ക്ലാരിറ്റിയിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് 66 അർ-റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് 298 അർ-റഹീം എന്ന് പറയുന്ന ഇസ്മിൻ്റെ അതത് 258. നമ്മളിത് പറയുന്നും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് വായിക്കാൻ പറ്റും, ഇത് എഴുതിയെടുക്കാൻ പറ്റും. അർ-റഹീം എന്ന് പറയുന്നത് 258, അൽ മലിക് 90, അൽ ഖുദ്ദൂസ് 170, അസ്സലാം 131, അൽ മുഅ്മിൻ 136, അൽ മുഹൈമിൻ 145, അൽ അസീസ് 94, അൽ ജബ്ബാർ 206, അൽ മുത്തക്കബ്ബിർ 662, അൽ ഖാലിഖ് 731, അൽ ബാരി 213, അൽ മുസവ്വിർ 336, അൽ ഗഫാർ 1281, അൽ ഖഹാർ 306, അൽ വഹാബ് 14, അർ റസാഖ് 308, അൽ ഫത്താഹ് 489, അൽ അലീം 150, അൽ ഖാബിദ് 903, അൽ ബാസിത്തു 72, അൽ ഖാഫിളു 1481, അർ റാഫിഉ 351, അൽ മുഇസ് 117, അൽ മുദില്ല് 770, അസ്സമീഅ് 180, അൽ ബസീർ 302, അൽ ഹക്കം 68, അൽ ആദിൽ 104, അൽ ലത്തീഫ് 129, അൽ ഖബീർ 812, അൽ ഹലീം 88, അൽ അലീം 1020, അൽ ഗഫൂർ 1286, അഷക്കൂർ 526, അൽ അലി 110, അൽ അലി 110, അൽ അലി വരെ പറഞ്ഞു. ഇനി അൽ കബീറിൻ്റെതാണ് പറയാനുള്ളത്. അൽ കബീർ 232, അൽ ഹഫീദ് 998, അൽ മുഖീത്ത് 550, അൽ ഹസീബ് 80, അൽ ജലീൽ 73, അൽ കരീം 270, അർ റഖീബ് 312, അൽ മുജീബ് 55, അൽ വാസിഅ് 137, അൽ ഹക്കീം 77, അൽ വദൂദ് 20, അൽ മജീദ് 57, അൽ ബാഇസ് 573, അൽ ഷഹീദ് 319, അൽ ഹഖ് 108, അൽ വക്കീൽ 66, അൽ ഖവി 116, അൽ മത്തീൻ 500, അൽ വലി 46, അൽ ഹമീദ് 62, അൽ മുഹ്സി 148, അൽ മുബ്ദി 56, അൽ മുഈദ് 124, അൽ മുഹ്യി 68, അൽ മുമീത്ത് 490, അൽ ഹയ്യ് 18, അൽ ഖയ്യൂം 156, അൽ വാഹിദ് 14, അൽ മാജിദ് 48, അൽ വാഹിദ് 19, അൽ അഹദ് 13, അസ്സമദ് 134, അൽ ഖാദിർ 305, അൽ മുഖ്തദിർ 744, അൽ മുഖദ്ദിം 184, അൽ മുഅഖിർ 841, അൽ അവൽ 37, അൽ ആഖിർ 801, അൽ ലാഹിർ 1106, അൽ ബാത്തിൻ 62, അൽ വാലി 47, അൽ മുതആലി 551, അൽ ബർ 202, അത്തവാബ് 409, അൽ മുന്തഖിം 630, അൽ മുന്തഖിം വരെ പറഞ്ഞു. ഇനി മുന്തഖിം കഴിഞ്ഞിട്ട് നമുക്ക് അൽ അഫുവാണ് പറയാനുള്ളത്. അൽ അഫുവ്, അൽ അഫുവ് 156, അർ റഊഫ് 292, മാലിക്കുൽ മുൽക്ക് 212, ദുൽ ജലാലി വൽ ഇക്റാം 1100, അൽ മുഖ്സിത്ത് 209, അൽ ജാമിഅ് 114, അൽ ഗനിയ് 1060, അൽ മുഗ്നി 1100, അൽ മാനിഅ് 161, അൽ ളാർ 1001, അൻ നാഫിഉ 201, അൻ നൂർ 256, അൽ ഹാദി 20, അൽ ബദീഇ 86, അൽ ബാഖി 113, അൽ വാരിസ് 707, അർ റഷീദ് 514, അസ് സബൂർ 298. അതിന് താഴെ കാണുന്നത് നമ്മൾ ഇതൊക്കെ കണ്ടെത്തിയത് ഈ ഒരു കണക്കനുസരിച്ചിട്ടാണ്. അലിഫ് 1, ബാ 2, ജീം 3, ദാല് 4, പിന്നെ ഹാ 5, വാവ് 6, സാ 7, ഹ അത് 8, തോ 9, യാ 10, കഫ് ലാം മീം നൂൻ ഇതൊക്കെ 20, 30, 40 ഇങ്ങനെ അതതുകളാണ് വരുന്നത്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഓരോ ഇസ്മുകളുടെയും അതതുകൾ കണ്ടെത്താറുള്ളത്. അത് വേണ്ടവർക്ക് അത് എഴുതി വെക്കാം. നമ്മുടെ സ്വന്തം പേരിൻ്റെ ഇസ്മുകളും
ആദതുകളൊക്കെ കണ്ടെത്താനൊക്കെ ഉപകാരപ്പെടും. അത് എഴുതി വെച്ചാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അസ്മാഉൽ ഹുസ്ന കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ, നോമ്പുകാരായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് തന്നെ പ്രത്യേകമായിട്ടത് പറയുന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു 99 ഇസ്മുകളും 100 ഇസ്മുകളും നമ്മളിങ്ങനെ ഓരോ അതതനുസരിച്ച് ചൊല്ലിത്തീർത്താൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടി. പിന്നെ അത് കൊണ്ടു നടക്കലാണ്. അതെങ്ങനെ കൊണ്ടു നടക്കൽ? എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. എന്നാൽ ആ ഒരു മദത് നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുക. രാവിലെ ആയിരിക്കൽ കൂടുതൽ നല്ലതാണ്, അല്ലെങ്കിൽ വൈകുന്നേരം ചൊല്ലുക. ദിവസത്തിൽ ഒരിക്കലെങ്കിലും അത് ചൊല്ലുക എന്നുള്ളതാണ്. ഈ അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം, ഇതൊക്കെ ഒരു തവണ നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ഇതിൻ്റെ അതതനുസരിച്ച് ചൊല്ലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലിയാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലുകയാണെങ്കിൽ അവിടെ അസ്മാഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലിയാൽ എല്ലാ ഇസ്മും ഓരോ തവണ ഒരു ദിവസം ചൊല്ലലുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരം അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മുകളും ചൊല്ലുക എന്നുള്ളത് പറഞ്ഞത്. നമ്മൾ നോക്കൂ, ഒരുപാട് രോഗികളുണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഈ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ കണ്ട ഹോസ്പിറ്റലുകളിലൊക്കെ കയറിയിട്ട് മാറാത്ത എത്രയോ രോഗങ്ങൾ ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങളെ കൊണ്ട് മാറിയ എത്ര അനുഭവങ്ങൾ പറയാനുണ്ടെന്നറിയോ. അതിന് പിന്നിൽ വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് മാത്രമാണെന്നല്ല. ഹോസ്പിറ്റലുകളെ നിഷേധിക്കുകയോ ഇല്ല. പല ആവശ്യങ്ങൾക്കോ എല്ലാവരും പോകുന്നവരാണ്. പക്ഷെ എല്ലാം അവിടെ കൊണ്ട് മാറിക്കൊള്ളണം എന്നില്ല. ചിലതിന് നമ്മൾ ആത്മീയമായ പരിഹാരവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചില ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒരു രോഗവുമില്ല, റിസൾട്ടിലൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എത്ര ആളുകൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളുണ്ടെന്നറിയോ? ഈ കേൾക്കുന്നവരിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ പല കാരണങ്ങളും ആയിരിക്കാം. അതൊക്കെ നല്ല നിപുണനായ ഒരു സ്പിരിച്വൽ ഹീലിംഗ് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അവരോട് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. മഹാനരായ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രായപൂർത്തിയായ കുട്ടികൾക്ക് ഒരു പ്രധാനപ്പെട്ട ദിക്ർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയും പ്രായപൂർത്തി തികയാത്ത കുട്ടികളാണെങ്കിൽ അവർക്കത് എഴുതി കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അബൂദാവൂദും തുർമുദിയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. അപ്പോൾ നോക്കൂ, ആത്മീയമായിട്ട് ഒരുപാട് ദിക്റുകളെ കൊണ്ട് ദുആകളെ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുക്കാറുള്ളത് പ്രധാനമായി അവലംബിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തത് ഹദീസിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തത്തുല്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത പരിഹാരങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുമായി ബന്ധപ്പെട്ട കളങ്ങളോ അതുമായി ബന്ധപ്പെട്ട ചില അമലുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ജൽജലൂത്തിയ ബൈത്ത് മഹാന്മാർ പറഞ്ഞിട്ടുള്ള മുജറബാത്തിൻ്റെ അമലുകൾ ഒരുപാടുണ്ട്, മുജറബായ അമലുകൾ. അത്തരം അമലുകളാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ബന്ധപ്പെടാത്ത ഒരു ചികിത്സാരിയും ആത്മീയ ചികിത്സാരിക്കും ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എല്ലാ ആത്മീയമായിട്ട് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരും അസ്മാഉൽ ഹുസ്നയുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. ആ ബന്ധം ഉണ്ടായിരിക്കണം. അത് ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഓരോരുത്തർക്കും ആ ബന്ധം വേണം. ആ ബന്ധം പല രൂപത്തിലുണ്ട്. ചുരുങ്ങിയത് അത് കാണാതെ പഠിക്കുകയെങ്കിലും വേണം. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ നിങ്ങളെല്ലാവരും പൂർത്തീകരിച്ച് വിട്ടുക. അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാത്രം, വേറെ ഒന്നും ഉണ്ടോ അമലൊന്നും പറഞ്ഞു കൊടുക്കാതെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാത്രം അമൽ പറഞ്ഞു കൊടുക്കുന്ന അമൽ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നല്ല ഫലവും ലഭിക്കും. അത്രമേൽ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് അതുകൊണ്ടൊക്കെ അത്തരം ഫലം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇസ്മുമായി ബന്ധപ്പെടുമ്പോഴും ഇതിൻ്റെ റിയാദ പൂർത്തിയാക്കി വീട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഹാദിമീങ്ങൾ, നമ്മളിതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാദിമീങ്ങൾ നമ്മുടെ ആ വിഷയത്തിന് വേണ്ടി പരിഹാരം നിർദ്ദേശിക്കാനും അതിൽ നമുക്ക് പരിഹാരം പറഞ്ഞു തരാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അസ്മാഉൽ ഹുസ്ന ധാരാളമായിട്ട് ഉരുക്കഴിക്കണം. അതിനെ റിയാദ പൂർത്തിയാക്കി വിട്ടണം. നിരന്തരമായി റിയാദകൾ ഇങ്ങനെ പൂർത്തിയാക്കി വീട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക്
അതിൻ്റെ ഹാദിമീങ്ങൾ, ഒരുപാട് ഹാദിമീങ്ങളുണ്ട്, അവരങ്ങ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഓരോ ഇസ്മുകളും ഉരുക്കഴിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ അള്ളാഹ് എന്നുള്ളത്, റഹ്മാൻ എന്നുള്ളത്, റഹീം എന്നുള്ളത്, എങ്ങനെ മലിക്ക്, ഖുദ്ദൂസ്, ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ ഉരുക്കഴിക്കുമ്പോൾ ഇതിൻ്റെ ഹാദിമീങ്ങൾ വരും. മുവക്കൽ, മലക്ക്, റുഹാനി എന്നുള്ള പേരിലൊക്കെ നമ്മൾ പറയപ്പെടുന്ന ഈ ഹാദിമീങ്ങൾ വരും. വന്നിട്ട് നമ്മുടെ ആ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പരിഹാരങ്ങൾ നിർദ്ദേശിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പരിഹാരം കണ്ടെത്തി തരും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇതുവരെയായിട്ടും ഒരു 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 ഹാദിമിൻ്റെ പേരും നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും എല്ലാം ഇങ്ങനെ പബ്ലിക്കായി പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ചില സൂചകങ്ങൾ മാത്രം നമ്മൾ ഇടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് എന്നുള്ളതിൻ്റെ ആ ദിവ്യനാമത്തിൻ്റെ ഹാദിമ് കഹയാൽ എന്നുള്ളവരാണ്, റഹ്മാൻ എന്നുള്ളതിൻ്റെ ഹാദിമ് സെറിയാൽ എന്നുള്ളവരാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊല്ലാനുള്ളതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ്? അത് നല്ലൊരു ഗുരുവര്യരുടെ, ഒരു ഷെയ്ഖിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇതിനൊക്കെ വാങ്ങി, സമ്മതമൊക്കെ വാങ്ങി, ഇജാസത്തൊക്കെ വാങ്ങി ചെയ്താൽ നല്ല ഫലം ലഭിക്കും. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സലാം എന്ന് പറയുന്നത്, ഈ സലാം എന്ന് പറയുന്ന ആഫത്തുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വലിയ കാരണമാകുന്നൊരു ഇസ്മാണ്. അപ്പോൾ ഇത് ധാരാളമായിട്ട് ഇങ്ങനെ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹാദിമ ദർദയായിൽ എന്നവരാണ്. അവർ പ്രത്യക്ഷപ്പെടുകയും ആ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഫത്തുകളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ നാമത്തിൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ, പൊതുവെയുള്ള റിയാള പൂർത്തിയാക്കി വീട്ടാനുണ്ട്, സ്പെഷ്യൽ റിയാളകൾ ഉണ്ടാവും ചിലതിന്, ചില ഇസ്മുകൾക്ക്. ഇപ്പോൾ യാ ലത്തീഫിനൊക്കെ ഒരു സ്പെഷ്യൽ റിയാളയുണ്ട്. അങ്ങനെ സ്പെഷ്യൽ റിയാളയൊക്കെ പൂർത്തിയാക്കി വീട്ടിയാൽ നല്ല ഫലം ലഭിക്കും. നമ്മുടെ ഏത് പ്രശ്നങ്ങളും, മല പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുകും പോലെ ഉരുകാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത്തരം ആത്മീയമായ പരിഹാരങ്ങളിലൂടെയാണ് ചിലപ്പോഴൊക്കെ പല വിഷയങ്ങളും പരിഹരിക്കപ്പെടുന്നത്. ആ പരിഹാരത്തിലേക്ക് ഉള്ള വഴി തുറന്നു കിട്ടാനാണ് നമ്മൾ നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടണം എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളൊക്കെ പലതും മെഡിസിൻസിനൊക്കെ, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെയുള്ള ഓരോ മെഡിസിൻ്റെയും വില എത്രയാണ്? കഴുത്തറുക്കുന്ന വിലയാണ്. പല കമ്പനികളും മത്സരമാണ് ആ വിഷയത്തിൽ. എന്നാൽ ഇതൊക്കെ ഭാവിയിൽ നമ്മുടെ കിഡ്നി പോലെയുള്ള ആന്തരികാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കുകയും ചെയ്യും. വെറുതെ പറയല്ല. ഓരോ പാരസിറ്റമോൾ, ഡോളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടാവും കോഷൻ എന്ന രൂപത്തിൽ, ഇത് ഇന്നാലിന്ന ഫങ്ഷൻസിന് ഇത് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് കഴിക്കേണ്ടി വരും. ഓവർഡോസാണ് അത്തരം വിഷയത്തിലേക്ക് എത്തുക. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ആത്മീയമായ ചില പരിഹാരങ്ങളെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങുന്നത്. നിഷേധിക്കുന്ന ആളുകൾ വരെ എവിടെ പോയിട്ടും പരിഹാരം കാണാതെ പലപ്പോഴും വരുന്ന കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നു. അവർ സുന്നി ആശയത്തിൽപ്പെട്ടവരല്ലായിരുന്നു. മറ്റൊരു വിഭാഗത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ മറുപക്ഷത്തിരിക്കുന്ന ബിദ്അത്തിൻ്റെ ആളുകളിൽപ്പെട്ടവരാണ്. അവർക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ടൊന്നും ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ പോയിട്ടും അയാളുടെ വയറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അയാൾക്കൊരു 43 വയസ്സായി. ആ ഒരു വയറിൻ്റെ ആ പ്രശ്നം എവിടെ പോയിട്ടും മാറുന്നില്ല. എല്ലാ ചെക്കിങ്ങുകളും ചെയ്ത് അങ്ങനെ ആണ് അവർ ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അവർക്ക് ഒരു തേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആത്മീയമായൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സമയമായിട്ടില്ല, നമ്മൾ കുറച്ച് സമയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശ്വാസം ഇതിനേക്കാളും 10-13 വർഷമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനേക്കാളും വലിയ മാറ്റമുണ്ടെന്ന് അവർ അറിയിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് ആത്മീയമായിട്ടുള്ള ചില പരിഹാരങ്ങൾ, അത് മിറാക്കിൾ സംഭവിപ്പിക്കുമെന്നുള്ളതാണ്, അത്ഭുതങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മണ്ണെടുത്തിട്ട് മന്ത്രിച്ച് കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ള സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറിനും പനിക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി മന്ത്രിക്കാൻ വേണ്ടിയിട്ട് അനുവാദം തന്നിരുന്നു എന്നുള്ളത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് നിറമാറ്റം കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുട്ടിക്ക് കണ്ണേറുണ്ട്, നിങ്ങൾ നന്നായിട്ട് മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായി ഇത്തരം ഒരുപാട് പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പിലൊക്കെ പലപ്പോഴും പല ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് പലപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ്, നിങ്ങൾക്ക് അയിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അത് അവരുടെ സ്ട്രക്ചർ കണ്ടാലും അവരുടെ വിഷയത്തിൻ്റെ ഒന്നോ രണ്ടോ മിനിറ്റേ അവർക്ക് പറയാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ആ പറയുന്നതിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം സിംറ്റംസുകൾ അവരിൽ കാണുന്നു. അപ്പോൾ അവരോട് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ്. പല മാറ്റങ്ങളും അതിലൂടെ കണ്ടുവരുന്നു. ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങൾ അത് അള്ളാഹുവിലേക്ക് നമ്മൾ നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നേരിട്ട് നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ യാ അള്ളാഹ്, യാ റഹ്മാൻ, യാ മലിക്, യാ ഖുദ്ദൂസ് എന്ന് പറയുന്ന ഓരോ ഇസ്മുകളും അള്ളാഹിനങ്ങ് നേരിട്ട് മുനാജാത്ത് ചെയ്ത് വിളിക്കുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ. മുമ്പ് കാലങ്ങളിലൊന്നും കേൾവിയില്ലാത്ത അത്രമേൽ വലിയ വലിയ രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല രോഗങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒക്കെ ചികിത്സിച്ച് മാറാത്ത എത്രയോ രോഗങ്ങളുണ്ട്. പക്ഷേ ഏത് രോഗത്തിനും ഷിഫയുണ്ട്. അത് അള്ളാഹു ആ ഷിഫ വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കണം. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാൻ നോമ്പിൻ്റെ സമയങ്ങളിലില്ല, അല്ലാത്ത സമയങ്ങളിൽ ചൊവ്വാഴ്ചകളിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിൻ്റെ അഡ്മിഷന്, നമ്മുടെ മക്കളെയൊക്കെ നല്ലതുപോലെ വളർത്തുന്നതിൻ്റെ ഒരാവശ്യകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യേണ്ട ഈ നമ്പറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.